ഒരേ ബ്രേക്ക് എടുപ്പാണല്ലോ. വർക്കിലൊന്നും ഒരു ആത്മാർത്ഥ ഇല്ല കേട്ടോ മാമ, പഴയതുപോലെ. പറമ്പോട്ട് ഇറങ്ങും മാമ. നീ ചുമ്മാ പോടെ അവിടെ ചുമ്മാ ചൊറിയാൻ വരാതെ. ഞാൻ ഒന്നാമത് ആകെ പിടിവിട്ടിരിക്കുക. പിടിപെട്ടിരിക്കണ എന്ത് പിടിവിട്ട കാര്യം എന്ത്? ഒന്നുമില്ലടാ മാമനെ ചില ടെൻഷൻസ് ഒക്കെ. എന്ത് മാമ ടെൻഷൻ? എനിക്ക് പല ടെൻഷൻ കാണോ, നീ ചോദിക്കണതിന്? ഞാൻ മാമന്റെ ഒരേ ഒരു മരുമോനില്ല, അപ്പൊ മാമൻ ടെൻഷനൊക്കെ ഞാൻ അറിയണ്ടേ? ഇടേ മരുമോനെ, നീ വിചാരിച്ചാലെന്ത് എന്റെ ടെൻഷൻ പരിഹരിക്കാൻ പറ്റിയൊന്നുമില്ല കേട്ടാ. നീ പോ ചുമ്മാ. മാമ എന്ത് കാര്യമെന്ന് പറഞ്ഞാലേ ഇടപെടാൻ പറ്റൂലെന്ന് അറിയാൻ പറ്റും. മാമൻ ടെൻഷൻ എന്താണെന്ന് എന്റെ അടുത്ത് പറ. എന്റെ ടെൻഷനൊന്നും നീ എന്ന് വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല. നീ ചുമ്മാ ഒന്ന് പോയാണ് വെറുതെ മനുഷ്യനും. എന്റെ പൊന്നു മാമ, മാമൻ ടെൻഷൻ എന്തോന്ന് എന്റെ അടുത്ത് പറ. എന്നാലേ ഇടപെടാൻ പറ്റൂല എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റുള്ളൂ. അല്ലേ അപ്പച്ചി? അപ്പച്ചി പറ അപ്പച്ചി, മാമന്റെ പ്രശ്നം തോന്നുന്നു. അതും എടാ പെൻഷന്റെ പ്രശ്നം. പെൻഷൻ? അപ്പൊ മാമൻ ടെൻഷൻ അല്ല പെൻഷനടേ, എനിക്ക് കുറെ അരിയസ് ഒക്കെ കിട്ടണ്ട, അത് വാങ്ങിച്ചെടുക്കുന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാ. കുറെ അരിയർ കിട്ടാറുണ്ട്? ഓ ആ ഒരു മാമനാ? ഓ മാമന് വാങ്ങിക്കാറുണ്ട് അരിയർ? ഓടെ എനിക്ക് കിട്ടാനുള്ള അരിയസ് മാമൻ ഇങ്ങോട്ട് കിട്ടാവുള്ളോ? അതല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലേ നിനക്ക് ഞാൻ പറഞ്ഞത്? മനസ്സിലായി. എന്തായാലും എന്റെ അത്ഭുതം കൊണ്ട് ഞാൻ ചോദിച്ചത്. മാമൻ ഈ പെൻഷൻ തന്നെ ഒരു അധികമാണ്, അതിന്റെ മോളിൽ കൂടെ അരിയേസ്. അല്ല പച്ചി, പെൻഷൻ തന്നെ മാമ ഇവിടെ ചെലവാക്കണല്ലോ, എല്ലാം പെട്ടിക്കകത്ത് കൊണ്ട് വെക്കാനാണ് പോണത്. ഇനി അരിയറും കൂടെ വെക്കാനുള്ള പെട്ടിയിൽ സ്ഥലം ഉണ്ടാവാ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു നേരത്തെ എന്നെ ചൊറിയാൻ വരല്ലേന്ന്. എന്താ എനക്ക്? അപ്പച്ചി പറ പച്ചി, ഞാൻ ചൊറിയാൻ പറഞ്ഞാണ്. മാമ ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് പൈസ ചെലവാക്കും. അപ്പൊ ഈ മാമൻ ഈ കുന്നാതെ ഈ കിട്ടുന്ന പെൻഷൻ എല്ലാം കൂടെ പൂട്ടി വെച്ചാൽ പെട്ടി ഇപ്പൊ പൊട്ടാറായി. അതിന്റെ കൂടെ അരിയറും കൂടെ കൊള്ളാം. മാമനോ ഗുണമില്ല, നമുക്കും ഗുണം. കൊള്ളാം. നീ തന്നെ ഇങ്ങനെ പറയണം കേട്ടാ. നിന്റെ ഭാര്യ ഉണ്ടല്ല, നിന്റെ കിളി, അവൾ ആശുപത്രി പ്രസവിക്കാൻ കിടന്നല്ല, പ്രസവിച്ചല്ല, കൊച്ചു വന്നല്ല, നീ കണ്ടാ? ആര് ചെലവാക്കി? എല്ലാരും കൂടെ. ആര് പൈസ കൊടുത്ത് ബില്ലൊക്കെ അടച്ചത്? ആര്? നീ ചുമ്മാ അല്ല, അവരുടെ അടുത്ത് പറയണമല്ല. ആര് കൊടുത്തു? എടാ നീ എന്തിനു ചെയ്തടേ? നീ അവളെ ഭർത്താവല്ലേ? നീ വേഷം കെട്ടി നിൽക്കുന്നതല്ലേ ഉള്ളു. നീ എന്തിനു ചെയ്ത്? എടാ മനുഷ്യനായാലേ കുറച്ചൊക്കെ അന്തസ്സോനോട് അന്തസ്. എന്നിട്ട് അവൻ ഒരു ഉളുപ്പില്ല വന്ന് നിൽക്കണം. നിപ്പ് കണ്ടില്ലേ? ശിവ, നീ അങ്ങനെ പറഞ്ഞൊന്നും കാര്യാക്കണ്ട കേട്ടോ. മാമൻ എന്തോ ടെൻഷന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചതാ. നീ അതങ്ങ് വിട്ടേക്ക്. എടാ ഞാൻ എപ്പോഴൊന്നും ചോദിക്കാറില്ലല്ലോ. ഇത് അത്യാവശ്യമാണത്. ഒരു മാസത്തേക്ക് മതി, ഒരു മാസത്തിനകത്ത് അങ്ങ് തന്നേക്കാം. ഒരു മാസത്തിന്റെ. ശരി വേണ്ട. അല്ല കുഴപ്പമില്ല, അത് ഞാൻ വേറെ ചെയ്തോളാം. ഒരുത്തനെ ഒരാവശ്യത്തിന് വിളിച്ചു, അല്ലെങ്കിൽ നമ്മളൊരാവശ്യത്തിന് വിളിച്ചവനൊന്നും ഫോൺ കൊടുക്കൂല, കിട്ടയില്ല. മോൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ചേച്ചി വന്നായിരുന്നോ? 2 ദിവസം കാണാനില്ലായിരുന്നല്ലോ. അതേ, ഞാൻ വീട്ടിൽ വരെ ഒന്ന് പോയായിരുന്നു, കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, അതാ. അപ്പൊ പണി നടക്കട്ടെ. അവിടെ നിക്കേ, അവിടെ നിന്നേ, എനിക്ക് ചില കാര്യം പറയാനുണ്ട്. അതെ, ആ കുഞ്ഞുണ്ണി സാർ മോനോട് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ പറയാവോ? മാമൻ പറഞ്ഞ ചേച്ചി എങ്ങനെയാട്ട്? എനിക്ക് ദൈവം 2 ചെവി തന്നിട്ടില്ലയോ? 2.5 കിലോമീറ്റർ ഉള്ളതും ഞാൻ കേൾക്കും. പിന്നെ അങ്ങേര് പതുക്കെയൊന്നും അല്ലേ പറഞ്ഞേ, ഈ നാട്ടുകാർ മൊത്തം കേട്ടു. അണ്ടേ, ഇങ്ങോട്ട് നോക്കിയാ മോനെ, നമ്മുടെയൊക്കെ നാട്ടില് ഇങ്ങനെയാന്നോ മരുമക്കളോട് പെരുമാറുന്നേ? പൊന്നെ പൊടിയെ ദൈവത്തിനെ പോലെയല്ലോ അവരെ കാണുന്നേ. ഇതങ്ങനെയാന്നോ? ഒരു അഹങ്കാരം പിടിച്ച ജന്തുക്കളായെല്ലാം. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, പക്ഷെ ചേച്ചി അറിഞ്ഞോളും. എന്റെ മോനെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഓരോരുത്തരെ പറ്റി സ്പെഷ്യൽ ക്ലാസ് എടുത്ത എന്നെ ഇങ്ങോട്ട് വിട്ടത് അറിയാവോ? കൊള്ളാം. അത് തന്നെ. എന്റെ മോനെ, ആ പശ്മള ചേച്ചിയുടെ നിലയും വിലയും ഒക്കെ വെച്ച് നോക്കുമ്പം ഇങ്ങനാന്നോ പെരുമാറേണ്ടി? അവരൊക്കെ എന്തുവാ, എല്ലാത്തിനും ഭയങ്കര അഹങ്കാരവാ. സത്യം, എല്ലാത്തിന്റെ അഹങ്കാരം കണ്ടാലുണ്ടല്ലോ. അത് ചേച്ചി ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇവരെയൊക്കെ പെരുമാറി സംസാരിച്ചൊക്കെ തുടങ്ങണല്ലേ, അതുകൊണ്ടാണ്. അല്ലാതെ പരിചയമില്ലാത്ത അവര് അങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നുമില്ല, അവര് പാവം തന്നെ. മോനൊരു പഞ്ചപാവം ആയോണ്ടല്ലയോ ഇങ്ങനൊക്കെ തോന്നുന്നേ. ആ പശ്മള ചേച്ചി ഇങ്ങനെ നേരെ വാ നേരെ പോ. നിങ്ങൾ അമ്മയും മോനും വെറും പഞ്ചപാവങ്ങളാ.
വേണ്ടേ ശകലം സ്ഥലം കൊടുത്ത ഒരു തലേ കയറി ഇരിക്കും അറിയാ ഓട്ടാത്തിന്റെ കൂട്ടാ. ചേച്ചിയുടെ കണ്ണിൽ ഇവിടെ ആരാണ് വലിയ പ്രശ്നക്കാരൻ? അതിപ്പോ ചോദിച്ചാ ഈ വിഷം തന്നേച്ച് ഇതിലേതിനാ കൂടുതൽ ദോഷം എന്ന് ചോദിക്കുന്ന എന്റെ കൂട്ടാ. എല്ലാം കണക്കാ. മോനെ മോനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുക, പശ്മള ചേച്ചിയും മോനും എനിക്ക് ദൈവത്തെ പോലല്ലയോ, അതുകൊണ്ട് പറഞ്ഞതാ. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞെല്ലാം മനസ്സിൽ വെച്ചേക്കണം, ആരോടും പറയണ്ട. ശരി. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ